വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നാണ് ഡ്രോൺ ഫോട്ടോഗ്രാഫി. ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫി ചെയ്യുകയും മനോഹരമായ ദൃശ്യങ്ങൾ ആകാശത്ത് നിന്ന് പകർത്തി അത് ആ ചടങ്ങിൻ്റെ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഡോക്യുമെൻറ്റേഷനിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്ത് വരുത്തിയിട്ടുള്ളത്. ഡ്രോണുകൾ വെറും ഫോട്ടോഗ്രാഫിക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു സങ്കേതമായിട്ടല്ല ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. വിവിധ മേഖലകളിലാണ് ഡ്രോണിൻ്റെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പോലീസുകാരുടെ പ്രവർത്തനങ്ങളിൽ നിരീക്ഷണ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും മറ്റുമൊക്കെ ഉപയോഗത്തിൽ വരുത്തുന്നതിന് കാർഷിക മേഖലയിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നു. അതുകൂടാതെ ഇ-കൊമേഴ്സ് എന്ന ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് നമുക്ക് സാധനങ്ങൾ, ഫുഡായാലും മറ്റ് വസ്തുവകകളായാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓർഡർ ചെയ്യപ്പെടുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള സംവിധാനങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത പല പ്രദേശങ്ങളിലും ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളിൽ സഹായിയാകുന്ന തരത്തിൽ ഒക്കെ വിവിധങ്ങളായിട്ടുള്ള സൈന്യത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനും മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കണ്ടെത്തുന്നതിനുള്ള ചാരപ്രവർത്തനങ്ങൾക്കുമൊക്കെ ഇന്ന് നമ്മൾ ഡ്രോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോണുകളുടെ ഈ വ്യാപകമായ ഉപയോഗ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു തൊഴിൽ മേഖലയിൽ ആവശ്യമുള്ള സാങ്കേതിക വിദഗ്ധരുടെ ലഭ്യത ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾക്കും നമ്മുടെ സർക്കാർ വിവിധ പദ്ധതികളിലൂടെ നയരൂപീകരണത്തിലൂടെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രോൺ പൈലറ്റ് എന്ന് പറയുന്നൊരു മേഖല, ഈ ഡ്രോൺ പറത്തുന്നതിന് ലൈസൻസ് ആവശ്യമാണ്. രണ്ട് തരത്തിലുള്ള ഡ്രോണുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, നമ്മുടെ ഐസൈറ്റിന് ഉള്ളിലുള്ള പ്രദേശങ്ങളിൽ പോയി വിഷ്വൽസ് എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ഡ്രോണുകളാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപരിധിക്കും അപ്പുറത്തേക്ക് പോകുന്ന, വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന, ഇപ്പോൾ കടലിലൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തിന് അന്വേഷണത്തിനായി പോകുന്ന ഡ്രോണിന് ഒരുപക്ഷെ നമ്മുടെ ഐസൈറ്റിനും അപ്പുറം പോകേണ്ടി വരാം. അതുപോലെ തന്നെ വനാന്തർഭാഗങ്ങൾക്കുള്ളിൽ ഒരു വിമാനം തകർന്നു വീഴുകയോ ഒരാളെ കാണാതാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു പോകുന്ന ഡ്രോണിനും വളരെ ദൂരം സഞ്ചരിക്കേണ്ടതായി വരാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ദൂര പ്രദേശങ്ങളിലേക്ക് കാഴ്ച പരിധിയുടെ അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഡ്രോണുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഡ്രോണുകളാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുക. ഈ ഡ്രോണുകളുടെ പ്രവർത്തനം എടുക്കുമ്പോൾ അതിന് ലൈസൻസ് ആവശ്യമാണ്. ആ ലൈസൻസ് എവിടെ നിന്നാണ് കിട്ടുക? പ്രധാനമായിട്ടും ഈ രംഗത്ത് പഠനത്തിന് വളരെ പരിമിതമായ അവസരങ്ങളാണ് നിലവിൽ നമുക്കുള്ളത്. കേരളത്തിൽ തന്നെ കാസർഗോഡ് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് ഡ്രോൺ പൈലറ്റിംഗ് പഠിക്കുന്നതിനുള്ള സ്ഥാപനം സാധ്യത നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനാണ് ഇതിൻ്റെ ലൈസൻസിങ് അതോറിറ്റി. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങാൻ പാടില്ല. ഡ്രോൺ പൈലറ്റിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ വിമാനം പറത്തുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏതാണ്ട് തിയറിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ കാലാവസ്ഥ വളരെ പ്രധാനമായിട്ടും ഡ്രോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ ശാസ്ത്രം, മെറ്റീരിയോളജി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെലിഫോണി, നമുക്ക് കൺട്രോൾ ടവറിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അതിന് മറുപടി കൊടുക്കാനും കഴിയണം. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ്, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ക്രൈസിസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ലുകളും ഒക്കെ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോണുകളുടെ പ്രവർത്തനവും മികവും ഉറപ്പുവരുത്തുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏവിയേഷൻ ലോസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിയമ രംഗത്ത് നമുക്ക് അത്യാവശ്യം അറിവുണ്ടാകണം. കാരണം വ്യോമയാന ഗതാഗത രംഗത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ഒരു ഡ്രോൺ പൈലറ്റും ബാധ്യസ്ഥനാണ്. അപ്പം അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, വിമാനങ്ങളുടെ സഞ്ചാരപഥങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകും, നമുക്ക് പ്രവേശനമില്ലാത്ത മേഖലകളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഒരു ഡ്രോൺ പൈലറ്റിന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോൺ പൈലറ്റ് എന്ന് പറയുന്നൊരു തൊഴിൽ മേഖല, ഏതാണ്ട് ഒരു വർഷം 1 ലക്ഷം ഡ്രോൺ പൈലറ്റുമാരെ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. ലോകത്ത് ഈ ഒരു വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഡ്രോൺ
എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ബിസിനസ് മേഖല എടുത്തു കഴിഞ്ഞാൽ, ലോക ഡ്രോൺ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡ്രോണുകളുടെ എണ്ണത്തിൻ്റെ 22.5%, ഏതാണ്ട് 1/4 സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നറിയുമ്പോഴാണ് ഈ തൊഴിൽ മേഖലയിൽ നമ്മുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതാണ്ട് ലോകത്തുള്ള തൊഴിൽ മേഖലയുടെ, അതായത് ഡ്രോൺ തൊഴിൽ മേഖലയുടെ ഡ്രോൺ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ കണക്കെടുത്താൽ 1/4 ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു മേഖലയുടെ ഡ്രോണുകളുടെ ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വരും കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രോണുകളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിലും അതിൻ്റെ ഉപയോഗ മേഖലയിലുമൊക്കെ ഒരു 20 മുതൽ 36% വരെയൊക്കെയാണ് ഇന്ത്യയിൽ വളർച്ചാ നിരക്ക് കാണിക്കുക. വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ 16 മുതൽ 26 വരെയൊക്കെയുള്ള ശതമാനം വളർച്ച, ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുക. ആ ഒരു വളർച്ചാ നിരക്കിനെ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ കോൺട്രിബ്യൂഷന് 2 മേഖലകൾ, ഒന്ന് നമ്മൾ പറഞ്ഞ ഡ്രോൺ പൈലറ്റിംഗ് എന്ന മേഖല പോലെ തന്നെ ഈ ഡ്രോണിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ അസംബ്ലി, അതിൻ്റെ സർവീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ സർവീസിങ് ആവശ്യമാണ്. സെൻസേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യണം, അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് നടത്തണം, മറ്റെന്തെങ്കിലും റെഗുലർ സർവീസിങ് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം, ഇതിൻ്റെ ചാർജിങ്, അങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകൾ. ഇതിൻ്റെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ്, ഈ മേഖലകളിലൊക്കെ നമുക്ക് ധാരാളം ടെക്നീഷ്യന്മാരെയും ആവശ്യമാണ്. അപ്പോൾ ഇതൊരു വളർന്നു വരുന്ന വലിയൊരു തൊഴിൽ മേഖല എന്ന നിലയിൽ ഈ ടെക്നീഷ്യന്മാരെ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് മതിയായ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓൾറെഡി ഇല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ ഓരോ ജില്ലയിലും ഏതാണ്ട് 210ഓളം സ്കൂളുകൾ ഈ ഓഗസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു രംഗത്ത് മാത്രമല്ല, വിവിധ മേഖലകളിലായിട്ട്. അപ്പോൾ നമുക്കവിടെ ഡ്രോൺ ടെക്നീഷ്യൻ, സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഈ കോഴ്സ് സൗജന്യമായിട്ടാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. അതിന് പണം മുടക്കേണ്ട ആവശ്യമില്ല. +2 പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് 23 വയസ്സിനുള്ളിൽ ഈ കുട്ടികൾക്ക് ഈ കോഴ്സ് ലഭ്യമായിട്ടുള്ള ഏത് സ്കൂളാണോ നമ്മുടെ ജില്ലയിലുള്ളത് അവിടെ പോയിട്ട് സൗജന്യമായിട്ട് ഇത് പഠിക്കാൻ സാധിക്കും. 25 പേരടങ്ങുന്ന ഒരു ബാച്ച്, അങ്ങനെ 2 ബാച്ചുകളായിരിക്കും ഉണ്ടാവുക. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം ബാച്ചുകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന രീതിയിൽ ഒരു സ്കൂളിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് സ്കൂളുകളെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സൗജന്യമായിട്ട് നമുക്കിത് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾക്ക് പഠനത്തിന് ഒപ്പം വേണമെങ്കിൽ ഒരു വരുമാന സ്രോതസ്സായിട്ട് ഈ തൊഴിൽ മേഖലയെ ഉപയോഗിക്കാൻ കഴിയും. അതല്ല, അവർക്ക് സ്വന്തമായിട്ട് ഈ മേഖലയിലേക്ക് അങ്ങ് ഫുൾ ടൈം ഇറങ്ങണമെന്നുണ്ട് എങ്കിൽ അതിനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രോൺ ടെക്നോളജി നമുക്ക് നൽകുന്ന അനന്തമായ തൊഴിൽ സാധ്യതയുടെ അപാരമായ ആ ഒരു അവസരങ്ങളെ എത്ര ഭംഗിയായിട്ട് നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നോക്കൂ. അതിന് സൗജന്യമായിട്ട് പരിശീലന സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ആകെ വേണ്ടത് നമുക്ക് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സ്, അതുമാത്രമാണ്.